നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. ഇതിനിടയിൽ ഹമാസ് അംഗങ്ങൾ മാത്രമല്ല നിരപരാധികളായ പൗരന്മാരും മരിച്ചു വീഴുകയാണ്. അതിനെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനായിട്ടും സാധിക്കില്ല. നിരവധി കുരുന്നുകൾക്ക് ജീവൻ നഷ്ടമാവുന്നു. കുട്ടികൾ ഒരിക്കലും യുദ്ധം തുടങ്ങുന്നില്ലല്ലോ. ഇത്തരത്തിൽ നിരപരാധികൾ മരിച്ചു വീഴുന്നതിനെതിരെ വലിയ വിമർശനം ഇസ്രായേൽ നേരിടേണ്ടി വരുന്നുമുണ്ട്. ഇപ്പോഴും കടുത്ത വിമർശനമാണ് കേൾക്കേണ്ടി വന്നത്. കഴിഞ്ഞ മാസം ഗാസയിൽ ഇസ്രായേൽ സൈന്യം 15 പാലസ്തീൻ മെഡിക്കൽ സംഘാംഗങ്ങളെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള ഇസ്രായേലി അന്വേഷണത്തിൽ പ്രൊഫഷണൽ പരാജയങ്ങളുടെ ഒരു നിര കണ്ടെത്തിയതായും ഒരു ഡെപ്യൂട്ടി കമാൻഡറെ പുറത്താക്കിയതായും പറഞ്ഞു. വെടിവയ്പ് അന്താരാഷ്ട്ര സമൂഹത്തിൽ പലരെയും പ്രകോപിപ്പിച്ചു. ചിലർ ഈ കൊലപാതകങ്ങളെ യുദ്ധക്കുറ്റമാണെന്നും വിളിച്ചു. അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം മെഡിക്കൽ തൊഴിലാളികൾക്ക് പ്രത്യേക സംരക്ഷണമുണ്ട്. 8 വർഷത്തിനിടെ തങ്ങളുടെ ജീവനക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമാണിതെന്ന് ഇന്റർനാഷണൽ റെഡ് ക്രസന്റ് വിശേഷിപ്പിച്ചു. സൈന്യം വെടിയുതിർത്തപ്പോൾ മെഡിക്കൽ സംഘത്തിന്റെ വാഹനത്തിൽ അടിയന്തര സിഗ്നലുകൾ ഇല്ലായിരുന്നുവെന്ന് ഇസ്രായേൽ ആദ്യം അവകാശപ്പെട്ടിരുന്നു. ഒരു ഡോക്ടറിൽ നിന്ന് കണ്ടെടുത്ത സെൽഫോൺ വീഡിയോ ഇസ്രായേലിന്റെ പ്രാരംഭ വിവരണത്തിന് വിരുദ്ധമായിരുന്നു. നേരത്തെ വെടിവയ്പിലാക്കപ്പെട്ട മറ്റൊരു ആംബുലൻസിനെ സഹായിക്കാൻ ആംബുലൻസുകൾ നീങ്ങുമ്പോൾ ലൈറ്റുകൾ മിന്നുന്നതും ലോഗോകൾ ദൃശ്യമാകുന്നതുമായ ദൃശ്യങ്ങൾ കാണിക്കുന്നു. എല്ലാ ആംബുലൻസുകളും ഹമാസ് തീവ്രവാദികളുടേതാണെന്ന തെറ്റായ അനുമാനത്തിലാണ് ഡെപ്യൂട്ടി ബറ്റാലിയൻ കമാൻഡർ പ്രവർത്തിച്ചതെന്നും സൈനിക അന്വേഷണത്തിൽ കണ്ടെത്തി. ആംബുലൻസുകൾ അവരുടെ സ്ഥലത്തേക്ക് വേഗത്തിൽ പാഞ്ഞെത്തിയപ്പോൾ ഇരകളെ പരിശോധിക്കാൻ ഡോക്ടർമാർ ഓടിയെത്തിയപ്പോൾ തന്റെ സൈന്യം ഭീഷണിയിലാണെന്ന് തോന്നിയതായി അതിൽ പറയുന്നു. നൈറ്റ് വിഷൻ ഡ്രോണുകളിലും ഗ്ലാസുകളിലും മിന്നുന്ന ലൈറ്റുകൾ കുറവാണെന്നും സൈന്യം പറഞ്ഞു. ആംബുലൻസുകൾക്ക് നേരെ ഉടൻ തന്നെ വെടിവയ്പ് ആരംഭിച്ചു. 5 മിനിറ്റിലധികം നീണ്ടുനിന്ന വെടിവയ്പ് ഏതാണ്ട് മിനിറ്റുകൾക്ക് ശേഷം സംഭവസ്ഥലത്ത് നിർത്തിയ UN കാറിന് നേരെ സൈനികർ വെടിയുതിർത്തു. തെക്കൻ ഗാസ നഗരമായ റാഫയിലെ തെൽ അൽ സുൽത്താനിലെ ഒരു ജില്ലയായ മാർച്ച് 23-നാണ് പുലർച്ചെ സൈനികർ നടത്തിയ വെടിവയ്പിൽ 8 റെഡ് ക്രസന്റ് ഉദ്യോഗസ്ഥരും 6 സിവിൽ ഡിഫൻസ് ജീവനക്കാരും ഒരു UN ജീവനക്കാരനും കൊല്ലപ്പെട്ടത്. മൃതദേഹങ്ങളും അവരുടെ തകർന്ന വാഹനങ്ങളും സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് മറവ് ചെയ്ത് ഒരു കൂട്ടക്കുഴിമാടത്തിൽ അടക്കം ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞാണ് ഐക്യരാഷ്ട്രസഭയ്ക്കും രക്ഷാപ്രവർത്തകർക്കും സ്ഥലത്തെത്താൻ പോലും കഴിഞ്ഞത്. തെരുവ് നായ്ക്കളും കൊയോട്ടുകളും മൃതദേഹങ്ങൾ കടിക്കുന്നത് തടയാൻ സൈനികർ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്നുവെന്നും ആ ദിവസം തന്നെ സിവിലിയൻ ഒഴിപ്പിക്കലിനായി ആംബുലൻസുകൾ ഈ വഴിയിലേക്ക് മാറ്റിയെന്നും ഇസ്രായേലി സൈന്യം പറഞ്ഞു. ആംബുലൻസുകൾ തകർക്കാനുള്ള തീരുമാനം തെറ്റാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും വെടിവയ്പ് മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പറഞ്ഞു. സൈന്യത്തിന്റെ അന്വേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മാർ ജനറൽ യോഹാർ ഇവൻ അന്ന് തന്നെ സൈന്യം അന്താരാഷ്ട്ര സംഘടനകളെ അറിയിക്കുകയും മൃതദേഹങ്ങൾ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകരെ സഹായിക്കുകയും ചെയ്തുവെന്നും പറഞ്ഞു. പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ തലവൻ പറഞ്ഞു, പുരുഷന്മാരെ അടുത്തുനിന്നാണ് ലക്ഷ്യം വെച്ചത്. സൈന്യം നൽകിയ നൈറ്റ് വിഷൻ ഡ്രോൺ ദൃശ്യങ്ങൾ സൈനികർ ആംബുലൻസുകളിൽ നിന്ന് 20 മുതൽ 30 മീറ്റർ വരെ അകലെയാണെന്ന് കാണിക്കുന്നു. ഡെപ്യൂട്ടി കമാൻഡറാണ് ആദ്യം വെടിയുതിർത്തത്. ബാക്കിയുള്ള സൈനികർ വെടിവയ്പ് ആരംഭിച്ചു, ഹാറിവൻ പറഞ്ഞു. ഇസ്രായേൽ സേനയുടെ പ്രവർത്തനപരമായ തെറ്റിദ്ധാരണ മൂലമാണ് പാരാമെഡിക്കുകൾ കൊല്ലപ്പെട്ടതെന്നാണ് UN കാറിന് നേരെ വെടിയുതിർത്തതും ഉത്തരവുകളുടെ ലംഘനമാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കൊല്ലപ്പെട്ടവരിൽ 6 പേർ ഹമാസ് തീവ്രവാദികളാണെന്ന് കണ്ടെത്തലുകൾ ഉറപ്പിച്ചു പറയുന്നു. അത് അവരുടെ പേരുകൾ നൽകിയിട്ടില്ല. കൂടാതെ മറ്റു 3 പാരാമെഡിക്കുകളെ ആദ്യം ഹമാസ് എന്ന് തെറ്റായി തിരിച്ചറിഞ്ഞിരുന്നുവെന്നും പറയുന്നു. സിവിൽ ഡിഫൻസ് ഹമാസ് നടത്തുന്ന സർക്കാരിന്റെ ഭാഗമാണ്. അതേസമയം പാലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായെങ്കിലും ചർച്ചകൾ വിജയിക്കാത്തതിൽ മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ നിരാശയിലാണ്. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളുടെ വേഗത പോരെന്ന് മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ പ്രതിനിധി അതൃപ്തി പ്രകടിപ്പിച്ചതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ഈ സൈനിക നടപടി ദിനംപ്രതി തുടർന്നാൽ ഇവിടെ 10,000ങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും ഖത്തർ പ്രതിനിധി മുഹമ്മദ് അൽ ഗുലൈഫി ചൂണ്ടിക്കാണിക്കുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് സായുധ സംഘം ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ഒരു വർഷത്തിലേറെ നീണ്ട സംഘർഷത്തിന് ഇതുവരെ പരിഹാരമാകാത്തതിലാണ് ലോകത്തിന്റെ ആശങ്ക. ജനുവരിയിൽ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സംഘർഷത്തിന് സ്ഥിരമായ ഒരു അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെ 2ാം ഘട്ട വെടിനിർത്തലായി ചർച്ചകൾ നടത്തണമെന്ന് ഹമാസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ഇസ്രായേൽ മാർച്ച് 18-ന് ഗാസ മുനമ്പിലുടനീളം വ്യോമ കര ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു. അതേസമയം ഇരു കക്ഷികളും അംഗീകരിച്ച കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഇരു കക്ഷികളും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങൾ തുടർച്ചയായി പ്രവർത്തിച്ചു വരികയാണെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി പറഞ്ഞു.
ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്നാണ് ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്. അതിനുശേഷം ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണത്തിൽ ഗാസയിൽ കുറഞ്ഞത് 51,157 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസം മുമ്പ് പുതിയ ഉപാധി വെച്ചെങ്കിലും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനുകളെയും വിട്ടയച്ചാൽ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്നാണ് ഹമാസ് അറിയിച്ചത്. വിട്ടയച്ചാൽ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഗാസയിലെ ഹമാസ് നേതാവ് ഖലീൽ അൽ-ഹയ ടെലിവിഷനിലൂടെ ഗാസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരുഭാഗത്തു നിന്നും ആളുകളെ പൂർണ്ണമായി വിട്ടയക്കുന്നതല്ലാതെ ഒരു ഇടക്കാല വെടിനിർത്തലിന് ഹമാസ് തയ്യാറല്ലെന്നും ഖലീൽ അൽ-ഹയ വ്യക്തമാക്കി. ബന്ദികളെ വിട്ടയച്ച് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറാണ്. അതിന് ഇസ്രായേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെ വിട്ടയക്കണമെന്നും ഹമാസ് നേതാവ് ആവശ്യപ്പെട്ടു. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും ഭാഗികമായ ഒരു സമാധാന കരാറിലൂടെ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ മറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. മുഴുവൻ ബന്ദികളും മരിച്ചാലും ഗാസയിൽ യുദ്ധവും അതിക്രമവും പട്ടിണിയും വിതയ്ക്കാനാണ് അവരുടെ ശ്രമം. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ലെന്നും ഹമാസ് നേതാവ് പറഞ്ഞു. ഹമാസും ഇസ്രായേലും ഒപ്പിട്ട സമാധാന കരാർ ആദ്യഘട്ടം പൂർത്തിയായെങ്കിലും പിന്നീട് ഗാസയിൽ വീണ്ടും ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരുന്നു. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. തിങ്കളാഴ്ച ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന സമാധാന ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. 45 ദിവസത്തെ ഇടക്കാല വെടിനിർത്തൽ കൊണ്ടുവന്ന് ബന്ദികളെ മോചിപ്പിക്കാനും അതിനുശേഷം സമാധാന ചർച്ചകൾ തുടരാമെന്നായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. മാത്രമല്ല ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സ്വീകാര്യമല്ലെന്നാണ് ഹമാസ് പറയുന്നത്. ഒരിക്കലും നടക്കാത്ത ആവശ്യമെന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത്. ജനുവരി 19-ന് നിലവിൽ വന്ന സമാധാന ഉടമ്പടി പ്രകാരം ഇതുവരെ 38 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്. എന്നാൽ ബന്ദിമോചനം വൈകുന്നതെന്ന് ആരോപിച്ച് ഇസ്രായേൽ മാർച്ചിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചു. വിട്ടയക്കാനുള്ള 59 ഇസ്രായേലികളെയും മോചിപ്പിക്കാതെ ഇനി സൈനിക നടപടി നിർത്തിവെക്കില്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കാനാണ് അവരുടെ ശ്രമം. അതേസമയം US-ന്റെ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഹൂത്തി നിയന്ത്രണത്തിലുള്ള യമൻ സായുധ സേന അറിയിച്ചു. മാർച്ച് പകുതി മുതൽ യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ US തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തിവരികയാണ്. എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഹൂത്തി ആക്രമണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു.